ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എബനേസർ ഗോസ്പൽ TV ലേക്ക് പ്രസംഗിക്കുവാൻ അടിയനൊരു അവസരം ലഭിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനവസരം തന്ന ബാങ്കൂട്ടി പാസ്റ്ററുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ് യേശു ക്രിസ്തുവിന്റെ പുതിയ ഉടമ്പടി എന്നുള്ള വിഷയത്തെ കുറിച്ചാണല്ലോ, അല്ലെ? കർത്താവ് നമുക്കായി ഒരു ഉടമ്പടി ചെയ്തു നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മൾ നരകത്തിൽ പോകാതെ വണ്ണം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു ഉടമ്പടിയെ കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് 2:38 പ്രതിപാദിക്കുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു, അല്ലെ? ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും ദൈവം വലിയ വലിയ ഉടമ്പടികൾ ദൈവം അവരോട് ചെയ്തു, അല്ലെ? ഇസ്രായേൽ ജനതയെ ഫറവോന്റെ അടിമത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി മോശയെ അയച്ചു. അപ്പൊ ദൈവം അയക്കുമ്പോൾ ഒരു മനുഷ്യനെയാണ് അയക്കുന്നത്, അല്ലെ? ദാവീദിനെ അയച്ചു. എന്തിനു വേണ്ടിയാണ്? ഗോലിയാത്തിനെ സംഹരിക്കുവാനായിട്ട് ദൈവം ദാവീദിനെ അയക്കുന്നു. അപ്പൊ ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും ഉപയോഗിക്കണം, ഓരോ മനുഷ്യനിലൂടെയും ദൈവം പ്രവർത്തിക്കുകയായിരുന്നു. കാരണം ബാബിലോണിലെ ചരിത്രം പഠിക്കുമ്പോൾ ബാബിലോണിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് സൈറസ് അല്ലെങ്കിൽ കോരേശിനെ ഉപയോഗിച്ച് വീണ്ടെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ദൈവം ഒരു മനുഷ്യനെ എവിടെയും നിയമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതുകൊണ്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ള ആ ഉടമ്പടി ദൈവം നേരത്തെ തന്നെ ഏദനിൽ വെച്ച് ആദാമിനും ഹവ്വായ്ക്കും കൊടുത്ത വാഗ്ദത്തമാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു, അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദാമിൽ എല്ലാവരും പാപം ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു? വിടുവിക്കപ്പെടുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. അപ്പൊ ഈ ലോകത്ത് പലരും പറയും 3 ദൈവത്തിലാണ്, തൃത്വത്തിലാണ് രക്ഷ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെ? അവർ ആദ്യം യേശു ക്രിസ്തുവിന്റെ നാമം പറയും, യേശു ക്രിസ്തുവിന്റെ നാമം മറ്റൊരുത്തിന് രക്ഷയില്ല എന്നുള്ള വാക്യമൊക്കെ അപ്പോസ്തല പ്രവൃത്തികളിലെ വാക്യമൊക്കെ എടുത്തിട്ട് അവർ സഹോദരങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരോട് ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃത്വമാണെന്നും ത്രിയേകമാണെന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ പറയും. കാരണം അവർക്ക് പിതാവ് ആരാണെന്നും പുത്രൻ ആരാണെന്നും പരിശുദ്ധാത്മാവ് ആരാണെന്നും അവർക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ആ സഹോദരങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പോവും. കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? വ്യക്തിത്വങ്ങൾ മാത്രമാണ്. ദൈവം വ്യക്തിത്വമല്ല. കാരണം ദൈവം എന്താണ്? ദൈവം ഏകനാണ് എന്നാണ് ഇസ്രായേലിനോട് മോശ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ദൈവം ഇസ്രായേലിനോട് എല്ലാ കാലത്തും ഉടമ്പടികൾ ചെയ്തിരുന്നു. കാരണം എന്താ? അബ്രഹാം പിതാവിനോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെ? അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, അത് ദൈവം അവന് നീതിയായി കണക്കിട്ടു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ പോലെ എത്ര പേർക്ക് ദൈവവചനത്തെ അനുസരിക്കാൻ കഴിയും? അബ്രഹാം പിതാവിനെ പോലെ ആ അനുസരിച്ചത് കൊണ്ട് ആ ഇസ്രായേൽ ജനത മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടതായി, അല്ലെങ്കിൽ അവർ ദൈവത്തിന്റെ ഉടമ്പടിയിൽ അവർ സംതൃപ്തരായി, അല്ലെങ്കിൽ അവർ അതിനെ അനുസരിച്ചത് കൊണ്ട് ദൈവം ഇന്നും അവരെ കരുതുന്നു, അല്ലെ? കാരണം ക്രിസ്തുവിനെ ക്രൂശിച്ചത് മുഖാന്തരം അവർക്ക് തേജസ്സിന്റെ കർത്താവിനെ അറിയാതെ പോയി. അറിയാഞ്ഞത് കൊണ്ട് അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോവുകയും ചിതറിപ്പോയി 1947 അവർ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് കടന്നു വരികയും ഇപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല, അവരുടെ പ്രതിസന്ധികൾ ഏറുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ മധ്യത്തിൽ ദൈവമുണ്ട് എന്നുള്ള കാര്യം അവരെ നേരത്തെ തന്നെ ദൈവം അറിയിച്ചിരിക്കുകയാണ്. അബ്രഹാമിനോടുള്ള സ്നേഹം, അല്ലെ? അബ്രഹാം ദൈവം പറഞ്ഞ ഉടൻ തന്നെ ആ ദേശം വിട്ട്, ചാർച്ചക്കാരെ വിട്ട് ഇറങ്ങിയവനാണ് അബ്രഹാം, അല്ലെ? അബ്രഹാമിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോ അങ്ങനെയാണ്.
അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോവുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പൊ ഒരു ഉടമ്പടി ദൈവം അബ്രഹാമിന്റെ മുമ്പിൽ വെക്കുകയാണ്. അനുസരിക്കുമ്പോൾ ആ അനുസരണത്തിന് ദൈവം ഒരു പ്രതിഫലം കൊടുക്കും, അല്ലെ? ദൈവം അബ്രഹാമിന്റെ സന്തതിയെ ഇന്നും സന്ദർശിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ക്രിസ്തയേശുവിലൂടെ നമ്മൾ അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നു, അല്ലെ? ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ദൈവം പുത്രനായി വെളിപ്പെടുന്നു, അല്ലെങ്കിൽ മനുഷ്യനായി വെളിപ്പെടുകയാണ് നമ്മുടെ മുമ്പിൽ, അല്ലെ? അതാണ് തിമോത്തിയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 തിമോത്തി 3:16 നമുക്ക് കാണാൻ കഴിയുന്നു. 3:16 രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ആരായിരുന്നു? ദൈവമായിരുന്നവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1:14. അവിടെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ അത് കാണിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട്, തിമോത്തിക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ വളരെ ശക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയ സഹോദരങ്ങളെ, അവിടെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോ, റോമർ 8:3 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ പിതാവ് എന്ന് പറയുമ്പോൾ പുത്രൻ എന്ന് പറയുമ്പോൾ 2 വ്യക്തിത്വങ്ങളാണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പിതാവ് എന്ന് പറയുമ്പോൾ അവൻ സകല ജഡങ്ങളുടെ ഉടയവൻ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ അവന്റെ ദൈവത്വത്തെ കാണിക്കുന്നതാണ് പിതാവ് എന്ന വാക്ക് അവിടെ സൂചിപ്പിക്കുന്നത്. പുത്രൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വീണ്ടെടുപ്പുമായി ബന്ധത്തിലാണ് പുത്രത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലെ? ഓരോ കാലത്തും നമ്മൾ കാണുമ്പോൾ ദൈവം മനുഷ്യനെ ഉപയോഗിച്ചു, പക്ഷെ മനുഷ്യനെ ഉപയോഗിച്ച വീണ്ടെടുപ്പ് നടക്കില്ല എന്ന ഉറപ്പ് വന്നപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മറ്റൊരുത്തിനും രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട്. കാരണം യഹോവ എന്ന നാമം വൃഥാ എടുക്കരുതെന്ന് പഴയ നിയമത്തെ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അത് ഇസ്രായേൽ ജനത്തിന് അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എങ്കിലും ആ നാമം അവരെ വിടുവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ അനേകം നാമങ്ങളിൽ ഒന്നാണ് യഹോവ, യേശുക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ അനേകം നാമങ്ങളിൽ ഒന്നാണ് ഈ നാമം എന്ന് പറയുന്നത്. അപ്പൊ ആ നാമം എന്തിനാണ് തന്നിരിക്കുന്നത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ നാമത്തെ മുറുകെ പിടിക്കണം. കാരണം നമ്മള് സ്നാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ 2:38 പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമം. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് പ്രിയ സഹോദരങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രസംഗിക്കുന്നത്, അല്ലെ? ഞങ്ങൾക്ക് യാതൊരു ലജ്ജയും ആ കാര്യത്തിലില്ല ക്രിസ്തുവിന്റെ നാമത്തെ ഘോഷിക്കുന്നതിൽ. കാരണം ക്രിസ്തു 3 ദൈവമാണെന്നും 3 വ്യക്തിത്വമാണെന്നും പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളെ രക്ഷിക്കുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് ഞങ്ങൾക്ക്
പൂർണ്ണമായ ബോധ്യമുണ്ട് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ നാമത്തിന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് പഠിപ്പിക്കുന്ന തൃത്വക്കാരെ പോലെ. കാരണം പറഞ്ഞിട്ട് 3 ദൈവങ്ങളാണെന്നും 3 ദൈവങ്ങളുടെ നാമത്തിലാണ് സ്നാനമെന്ന് പഠിപ്പിക്കുന്ന തൃത്വക്കാര് ഇനിയെങ്കിലും മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ നാമം എന്തിനാണ് തന്നത്? നമ്മൾ വിടുവിക്കപ്പെടുവാൻ, നമ്മൾ രക്ഷപ്പെടുവാൻ. മറ്റൊരുത്തൻ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് 3 നാമത്തിലാണ് സ്നാനമെന്നും 3 വ്യക്തിത്വത്തിലാണ് രക്ഷയെന്ന് പഠിപ്പിക്കുന്ന ഇവിടുത്തെ തൃത്വക്കാരൊന്ന് കേൾക്കണം. എന്താണ്? ദൈവം ഇതിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഫിലിപ്പോസ് ചോദിച്ചപ്പോ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് ചോദിച്ചപ്പോ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന് ചോദിച്ചതിന്റെ കാര്യം എന്താണ്? കാരണം ഞാനും പിതാവ് ഒന്നാണെന്ന് അടുത്ത വാക്യത്തിൽ പറയുമ്പോൾ തന്നെ അത് വിശ്വസിക്കുന്നവന് അത് വെളിപ്പാടായി വെളിപ്പെടും. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പെടലിനെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അല്ലേ? ഇത് എല്ലാവർക്കും ഈ വെളിപ്പാട് ഉണ്ടാകുകയില്ല. കാരണം പല ആളുകളുടെയും ചിന്ത എന്താണ്? 3 പേരാണ്, 3 വ്യക്തിത്വമാണ്. ഇത് പണ്ടാരോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതേപടി അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ. യേശു ക്രിസ്തുവിന്റെ നാമം എന്തിനാണ് തന്നിരിക്കുന്നത്? രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നമുക്ക് തന്ന നാമം എന്താണ്? അത് ഉടമ്പടിയാണ്. ആ നാമത്തിൽ വിശ്വസിക്കുക, അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മൾ വായിക്കുമ്പോ നമ്മൾ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അബ്രഹാം എങ്ങനെയായിരുന്നു? അബ്രഹാമിനോട് അല്ല ചെയ്ത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോവാൻ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോ പത്രോസ് അപ്പോസ്തലനോട് ഈ ദൈവം സംസാരിക്കുന്നത് എന്താണ്? അവന്റെ നാമമായി യേശു ക്രിസ്തുവിന്റെ ആ യേശു ക്രിസ്തു എന്ന നാമത്തിൽ സ്നാനപ്പെട്ടില്ല എങ്കിൽ എന്ത് ചെയ്യത്തില്ല? പാപമോചനം ലഭിക്കത്തില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പാപമോചനം കിട്ടുമെന്ന് അവിടെ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെ? യേശു ക്രിസ്തു പറഞ്ഞ എന്താണ്? ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് പറഞ്ഞവനാണ് നമ്മുടെ കർത്താവ്, അല്ലേ? അപ്പൊ പത്രോസിനോട് കൂടെ ഇരുന്ന് കർത്താവ് വെളിപ്പാട് പറയുകയാണ്, തന്റെ നാമത്തിലാണ് സ്നാനം. ലൂക്കോസ് അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്. അപ്പൊ ആ ഉടമ്പടികൾ നമ്മൾ അനുസരിക്കണം. അനുസരിക്കാതെ നമുക്ക് രക്ഷയുണ്ടോ? രക്ഷയില്ല, അല്ലേ? നമ്മൾ ആരുടെ നാമത്തിലാണ് സ്നാനപ്പെട്ടതെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ആരുടെ നാമത്തിലാണ് നമ്മൾ സ്നാനപ്പെട്ടത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണോ? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവന്റെ നാമത്തിൽ മാനസാന്തരമുണ്ട്, പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? ആരുടെ നാമത്തിൽ? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് മാനസാന്തരം ഉണ്ടാകുന്നത്, പാപമോചനം ഉണ്ടാകുന്നത്. ആ മത്തായി പറഞ്ഞത് എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണെന്ന് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പത്രോസ് വിളിച്ചു പറഞ്ഞു, എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് അവൻ പെന്തിക്കോസ് നാളിൽ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പാപമോചനവും വീണ്ടെടുപ്പും നടക്കുന്നതെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൻ വിളിച്ചു പറഞ്ഞത്? ദൈവം അവന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിന് മേൽ ഇറങ്ങി വന്നപ്പോൾ അവൻ സംസാരിച്ചു. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ വേറൊരു രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമം തന്നിട്ടില്ല പ്രിയ സഹോദരങ്ങളെ. ആ നാമത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പോലും കഴിയുകയില്ല. കാരണം യേശുക്രിസ്തു തന്നെ പറയുന്നത് എന്താ? ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തെ കാണുകയില്ല. കാരണം എന്താണ്? ദൈവത്തിന്റെ മനുഷ്യത്വ വെളിപ്പാടിൽ, അല്ലെങ്കിൽ മനുഷ്യനായി തീർന്ന വെളിപ്പാടിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിതാവിനെ കാണുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിനായി കാതോർക്കുവാൻ
നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങളോട് കൂടെയിരിക്കുന്ന നല്ലവനായ ദൈവമാണ് അവൻ. അവനെ അനുഗമിക്കുന്ന നിങ്ങൾക്ക് അവൻ നിങ്ങളുടെ പ്രശ്നം ഏതെങ്കിലും ആകട്ടെ, പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളെ ദൈവം ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ നേരത്തില്. അപ്പോ ദൈവം നമ്മളോട് സംസാരിക്കും. അതാണ് ദൈവത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത്. നമ്മളോട് എപ്പോഴും ദൈവത്തിനൊരു സംസാരമുണ്ട്. കാരണം ദൈവത്തിന്റെ പാതകളിൽ നമ്മൾ വരാൻ വേണ്ടി, അല്ലെ, നമ്മൾ വളരുവാൻ വേണ്ടി, ദൈവത്തിലേക്ക് വളരുവാൻ വേണ്ടി അവൻ ഓരോ കാലങ്ങളിൽ നമ്മുടെ മുമ്പില് ഓരോ ഉടമ്പടികളിടും. അങ്ങനെയാണ് നമ്മൾ അബ്രഹാം പിതാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനെ ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞ ഉടൻ തന്നെ കേട്ടു, അനുസരിച്ചു. ആ വിളിക്ക് അവൻ ശ്രദ്ധ വച്ചു കേട്ടത് കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവവചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ തിരിക്കുമ്പോൾ നിങ്ങളുടെ ശാപങ്ങളെല്ലാം അനുഗ്രഹമായി തീരും. കാരണം യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല, വേറൊരുത്തനിലും രക്ഷയില്ല. നിങ്ങൾ ഇന്ന് ശാപത്തിന്റെ കീഴിലാണെങ്കിൽ, നിങ്ങൾ ദോഷത്തിന്റെ കീഴിലാണെങ്കിൽ, നിങ്ങൾ പ്രതികൂലത്തിന്റെ കീഴിലാണെങ്കിൽ, അത് മാറണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞാൽ അവൻ നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യുമെന്ന് നിങ്ങളെ വളർത്തി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന, പ്രാപ്തരാക്കുന്ന ദൈവ പൈതലാക്കി നിങ്ങളെ തീർക്കുമെന്ന് ദൈവവചനം വളരെ ശക്തമായി നമ്മളോട് സംസാരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ എന്താണ് ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് അനുഗമിക്കുവാൻ, അല്ലെങ്കിൽ ആ ഉടമ്പടി താൻ ഏറ്റെടുത്തത് കൊണ്ട് ആ നാടിനെ മുഴുവനും ദൈവം അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം നമ്മൾ വായിക്കുമ്പോൾ, 19-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങള് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു 5-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു എന്നുള്ളതാണ്. ഈ വാക്യം തന്നെ പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ടല്ലേ. നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗങ്ങളാണെന്ന്. കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്, അല്ലെങ്കിൽ അവന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നവന് മാത്രമേ രാജകീയ പുരോഹിത വർഗങ്ങൾ, അല്ലെ, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെല്ലാം എങ്ങനെയാണ് രാജകീയ പുരോഹിത വർഗങ്ങളാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ആ രാജകീയ പുരോഹിത വർഗങ്ങളാകുവാനുള്ള ഭാഗ്യം, കാരണം പഴയ നിയമത്തില് പുരോഹിത വർഗങ്ങളാകുവാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തെങ്കിൽ ഇന്ന് നമുക്കത് ക്രിസ്തുയേശുവിലൂടെ ലഭിക്കുന്നു. കാരണം യേശു ക്രിസ്തുവിനെ ധരിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത്. അപ്പൊ ക്രിസ്തുയേശുവിനെ ധരിക്കുന്നവരാകണം. സ്നാനത്തിലൂടെ ക്രിസ്തുയേശുവിനെ ധരിക്കുന്നവരായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി മാറുമ്പോൾ ദൈവം നിങ്ങളെ രാജകീയ പുരോഹിത വർഗത്തിലേക്ക് നിങ്ങളെ ഉയർത്തുന്നവനാണ് ദൈവം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോ യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ, 31-ന്റെ 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ, യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോ അവിടെ യഹോവയായ ദൈവം പറയാണ്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദൈവം ഒരു നിയമം,
ചെയ്യുകയാണ്. ആ നിയമത്തിന് യാതൊരു മാറ്റവും കാണത്തില്ല. ദൈവം ഒരിക്കലും ഒരു നിയമത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം പൂർത്തീകരിക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണ്, അല്ലെ? ദൈവം നമ്മെ വീണ്ടെടുക്കും, മനുഷ്യനായി വന്ന് ഭൂമിയിൽ വന്ന് വീണ്ടെടുക്കുമെന്നും രക്ഷകനായി വന്ന് നമ്മെ വീണ്ടെടുക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്തു. അവൻ കിടന്നു പോയി, അല്ലെ? ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നമുക്ക് വേണ്ടി ആണികളെ അടിക്കപ്പെട്ടവനായി, ക്രൂശിൽ 2 കള്ളന്മാർ നടുവിൽ കിടന്നവനായി, അല്ലെ? 33 തിരുവഴുത്തിലെ രക്തം മുഴുവൻ നമുക്കായി പകർന്നു തന്നവനായി, അല്ലെ? ആ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു വാഗ്ദത്തം വെച്ചിരിക്കുകയാണ്, അല്ലെ? അവന്റെ നാമത്തിലുള്ള സ്നാനം. ആ സ്നാനത്തിലൂടെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടുകയില്ല എന്ന് അവൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 23:5 നമ്മൾ വായിക്കുമ്പോ, യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 5-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും, അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീതിയുള്ള മുളയായവനെ, അതായത് യേശുക്രിസ്തുവിന്റെ നാമം, അതായത് ദൈവം മനുഷ്യനായി വെളിപ്പെടുമെന്ന് ദൈവം ഒരിക്കൽ വെളിപ്പെടുത്തുന്നു. പ്രവചനത്തിലൂടെ, യിരെമ്യാ പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്, താൻ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ ദേശത്ത് നീതിയും ന്യായവും നടത്തുമെന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 33:15 നമ്മൾ വായിക്കുന്നു, യിരെമ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 15-ാമത്തെ വാക്യത്തിൽ, ആ നാളുകളിൽ അക്കാലത്ത് ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ മുളപ്പിക്കും, അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോ ദൈവം മനുഷ്യനായി വെളിപ്പെടുന്നതിനെ കുറിച്ച് പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കണം, പുതിയ ഒരു നിയമം ദൈവം എന്ത് ചെയ്യാൻ പോവാണ്, സ്ഥാപിക്കുവാൻ പോവുകയാണ്. അതാണ് ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാടെന്ന് 33:14 നമ്മൾ വായിക്കുന്നു, അല്ലെ? അപ്പൊ ദൈവം എന്താണ് വലിയ ചെയ്യുവാനായി പോകുന്നു എന്ന് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സകല ജാതികളും തന്റെ രക്ഷയിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ മനുഷ്യനായി വെളിപ്പെട്ട് താൻ രക്തം ചൊരിയുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്രവാചകന്മാർ മുഖാന്തരം താൻ പ്രവചിച്ചിരിക്കുകയാണ്, അല്ലെ? താൻ അവരെ കൊണ്ട് പ്രവചിപ്പിച്ചിരിക്കുകയാണ്, തന്റെ വരവിനെ കുറിച്ച് പ്രവചിപ്പിച്ചിരിക്കുന്ന കാഴ്ചയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ 31-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ 31-ാമത്തെ വാക്യത്തിൽ 31-31 നമ്മൾ വായിക്കുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയ നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26:28 നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 26:28 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 28-ാമത്തെ വാക്യത്തിൽ, ഇത് അനേകർക്ക് വേണ്ടി
പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതിയതായി കിടക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഞങ്ങളെല്ലാം ചിന്തിക്കുന്നത് എന്താണ്? പിതാവ് എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിത്വം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ദൈവം മനുഷ്യനായി നിന്നുകൊണ്ട് പറയുന്നതാണ് ഇതെല്ലാം. താൻ എന്താണ്? പിതാവ് എന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ താൻ എന്താണ്? ദൈവത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. ഇപ്പോൾ താൻ പുത്രത്വത്തിൽ, അതായത് വീണ്ടെടുപ്പിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ താൻ പറയുകയാണ്, പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതിയതായി കിടക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നും ഇനി കുടിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. അതാണ് പുതിയ നിയമത്തിലുള്ള പാപമോചനത്തിനായി ചൊരിയുന്ന തന്റെ രക്തമെന്ന ഉടമ്പടിയെ കുറിച്ച് യേശു ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ഉടമ്പടികൾ ദൈവം വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. കാരണം എന്താണ്? അവ നാം അനുസരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇതൊക്കെ ദൈവം നമുക്ക് ചെയ്തു വച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22:20. ലൂക്കോസിന്റെ സുവിശേഷം 22:20. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്ത്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് യേശു ക്രിസ്തു അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ യിരെമ്യാവിലെ 31 പറയുന്ന പുതിയ നിയമം ഇതാണ്, അല്ലെ? ആ പുതിയ നിയമം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ വിശദീകരിക്കുമ്പോൾ താൻ ചൊരിയാൻ പോകുന്ന രക്തം എന്ന നിയമത്തെ കുറിച്ച് കർത്താവ് രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് ശിഷ്യന്മാർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 11:25 നമ്മൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 11:25 നമ്മൾ വായിക്കുന്നു. 25-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കർത്താവിന്റെ മേശകളിൽ നമ്മൾ ഭാഗമാകുന്നത്. അതൊരു ഉടമ്പടിയെ കാണിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അതാണ് നമ്മള് പുതിയ നിയമത്തിൽ കാണുന്ന ഉടമ്പടികൾ എന്ന് പറയുന്നത്, അല്ലെ? പുതിയ നിയമത്തിലെ ഉടമ്പടി. അപ്പോ 31-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ഞാൻ യഹൂദ ഗ്രഹത്തോടും ഇസ്രായേൽ ഗ്രഹത്തോടും ചെയ്യാൻ പോകുന്ന പുതിയ നിയമം, അല്ലെ? 2 കൊരിന്ത്യർ 3:6 നമ്മൾ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 3-ാം വാക്യം, 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? 6-ാമത്തെ വാക്യത്തിൽ, അവൻ നിങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു ഇടംപടി കർത്താവിന്റെ പുതിയ നിയമ ഉപദേശത്തിൽ വരുന്നത് എന്താണ്? നമ്മളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുന്ന പുതിയ നിയമം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ നമ്മളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി, അല്ലെ? അവിടുത്തെ പാനപാത്രത്തിന് ഓഹരിക്കാരാക്കി, അല്ലെ? നമ്മളെ ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തി. രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവന്റെ പാനപാത്രത്തിന് നമ്മളെ ഓഹരിക്കാരാക്കി. അതുപോലെ തന്നെ മൂന്നാമത് ഇപ്പൊ പറയുന്നത് എന്താണ്? പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി നമ്മളെ തീർത്തു എന്ന് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 31-ല് വളരെ വ്യക്തമായി ഈ ഉടമ്പടിയെ കുറിച്ച് വളരെ വ്യക്തമായി 31-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ
എബ്രായർക്ക് എഴുതിയ ലേഖനം 8:8 നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 8-ാം വാക്യം. എബ്രായർ 8:8. എബ്രായർ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ടല്ലേ ചെയ്തു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പുതിയ നിയമം എന്താണ്? കർത്താവിന്റെ രക്തത്തിലുള്ള ഉടമ്പടി. ആ രക്തത്തിലെ ഉടമ്പടിയിൽ നമുക്ക് ആബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ സ്ഥാനം നമുക്ക് ലഭിച്ചു. 2, നമുക്ക് ലഭിച്ചത് എന്താണ്? അവന്റെ പ്രാണപാത്രത്തിന് ഓഹരിക്കാരായി അവന്റെ മേശയിൽ സംബന്ധിക്കുവാനുള്ള അവകാശിയായി നമ്മൾ തീർന്നു കഴിഞ്ഞിരിക്കുന്നു, അല്ലെ? 3 നമുക്ക് ലഭിച്ചത് എന്താണ്? അവന്റെ ശുശ്രൂഷകന്മാരാകുവാനുള്ള അവകാശവും നമുക്ക് ലഭിച്ചു എന്ന് പുതിയ നിയമ ഉടമ്പടിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നന്ദി പറയുന്നു. കർത്താവെ, ഇതിൽ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാവർക്കും കർത്താവ് സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സജി പാസ്റ്റർ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ എന്ന് ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ തന്റെ അമ്മയോട് കൂടെ ഇരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരും കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ചിട്ട് സ്വതന്ത്രം മാനവും മഹത്വം വെച്ചിട്ടെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. സ്വതന്ത്രം.